ഹായ് ഹലോ എല്ലാവർക്കും സൺഷൈൻ ടീൽസിലേക്ക് സ്വാഗതം. ഇന്നുണ്ടല്ലോ ഞാനിവിടെ ഒരു കടയുണ്ട് ഡോളറമ്മ എന്ന് പറഞ്ഞിട്ട് അവിടേക്കാട്ടോ വന്നിരിക്കണേ. ഞാനൊരു ബുക്ക് മേടിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഇവിടെ ഒത്തിരി ക്രിസ്മസിൻ്റെ ഐറ്റംസ് വന്നിട്ടുണ്ട്. ഞാൻ വലിയ വ്ളോഗായിട്ട് ചെയ്യുന്നില്ല, ഒരു ചെറിയൊരു വ്ളോഗായിട്ട് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്ത് നിങ്ങളെയും കൂടെ കാണിക്കാം. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് പിന്നിൽ കാണുന്നുണ്ടാവും. അതല്ലാതെ തന്നെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ക്രിസ്മസ് ഡെക്കോറിൻ്റെ ഐറ്റംസ് ഒക്കെ വന്നിട്ടുള്ളത്. ഇവിടെ മാത്രമല്ല കേട്ടോ, എല്ലാ സ്ഥലത്തും ഇതൊക്കെ വന്നിട്ടുണ്ട്. ക്രിസ്മസ് ഡെക്കോറിൻ്റെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ എന്താ പറയുക, ഹാലോവിൻ്റെ വന്നിട്ടുണ്ട്, ക്യാൻഡീസ് വന്നിട്ടുണ്ട്, എല്ലാം വന്നിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞാൻ കാണിച്ചു തരാം കേട്ടോ ഓരോന്നായിട്ട്. ഇത് കണ്ടോ, ഇതാട്ടോ എല്ലാം ക്രിസ്മസിൻ്റെ ഐറ്റംസ്. ഇവിടെ ഞാൻ ഇതുവരെ കാണാത്തൊരു ഐറ്റം കണ്ടതാ കേട്ടോ. ഇത് ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോയെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഞാനിതിപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നത്. ഡോണട്ട് അത് ഭംഗിയുണ്ട് കാണാൻ. 1.75 കേട്ടോ ഒരെണ്ണത്തിന് 1.75. സ്കേറ്റിംഗ് ഷൂ, നട്ട് ക്രാക്കർ ഉണ്ട്. ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് 2 കേട്ടോ, 2.25. ഇത് മിഠായി പോലത്തെ ഗിഫ്റ്റ് ബോക്സസ് ഉണ്ട്. ഇവിടെ കുഞ്ഞ് ക്രിസ്മസ് ട്രീ വാങ്ങാൻ കിട്ടും കേട്ടോ. ഐക്യലുണ്ട്, അത് ചെറുത് 14.99 അതിലൊക്കെ ഇടാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു സംഭവം കേട്ടോ. അത് ചെറിയ ഡെക്കോർ. അതിൻ്റെ തന്നെ വലുതും ഉണ്ട്. വെറൈറ്റി കളർ. ഇതിപ്പോൾ ബ്ലൂ ആയിട്ട് വീഡിയോയിൽ കാണണം, ബട്ട് ഇത് ആഷ് ആട്ടോ. ഇതൊക്കെ ഭയങ്കര വലുതാണ്. എനിക്ക് പിന്നെ ഇതും ഇഷ്ടപ്പെട്ടു. ഇത് ഗ്ലാസ് ആണ്. ഇവിടെ വന്നത് ബുക്ക് വാങ്ങാൻ വേണ്ടിയാണെന്നുണ്ടെങ്കിലും ഇവിടെ സ്നാക്സിൻ്റെ ആയാലും മിഠായിയുടെ ആയാലും കുറച്ച് അധികം തന്നെ കേട്ടോ. ഈ കാണുന്നത് മുഴുവൻ മിഠായികളാണ്. കണ്ടോ, ഇതെല്ലാം മിഠായി കേട്ടോ. പക്ഷെ ഞാനിതൊന്നും വാങ്ങിയില്ല. ഇതിൽ കൂടുതലുണ്ട് കേട്ടോ. ഇത് ഒരായാലാണ്. ഇനി വേറൊരായാലും കൂടി ഉണ്ട്. ഹാലോവിൻ ആയതുകൊണ്ട് ഇഷ്ടംപോലെ ക്യാൻഡീസ് ഉണ്ട് ഇവിടെ. പക്ഷെ ഞാനൊന്നും വാങ്ങണില്ല. അപ്പോൾ കണ്ടപ്പോൾ ഞാനിങ്ങനെ കാണിക്കാമെന്ന് വിചാരിച്ചേ ഉള്ളൂ. ഞാൻ പോയിട്ട് എൻ്റെ ബുക്ക് നോക്കട്ടെ കേട്ടോ. ഡയറി മിൽക്ക് ഒക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ. ഇത് കണ്ടോ, ചെറിയ ഡയറി മിൽക്ക്. ഇതിന് എത്രയാണെന്ന് അറിയില്ല കേട്ടോ. ആദ്യം ഇതിന് 99 cents ആയിരുന്നു. ഇപ്പം എത്രയാണെന്ന് എനിക്കറിയില്ല. ടേർട്ടിൽസ് ഇരിക്കുന്നുണ്ട്, ചെറിയ റോഷുണ്ട്. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവം കേട്ടോ. മിനി എഗ്സ്. ഇത് യൂഷ്വലി ഈസ്റ്ററിൻ്റെ സമയത്താണ് വരാറ്. ഇവിടെ ഈ കുറച്ച് സംഭവങ്ങൾ മാത്രമേ കേട്ടോ. സ്നാക്സ്, ഫുഡ്, ബർത്ത്ഡേ സപ്ലൈസ് എല്ലാം ഉണ്ട് കേട്ടോ. അത് എല്ലാം ഒക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി നേരവും. അതുകൊണ്ട് ഞാൻ കാണിക്കാത്ത. എന്നാലും പറ്റുന്ന പോലെയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ എന്തായാലും ബുക്ക് നോക്കട്ടെ. ബുക്കിൻ്റെ അയലിൽ എത്തിയിട്ടുണ്ട്. ഈ ബുക്കൊന്ന് നോക്കി നോക്കട്ടെ. ഇതാണ് കേട്ടോ ബുക്കിൻ്റെ അയൽ. ബുക്ക് എന്ന് പറഞ്ഞാൽ എഴുതാനുള്ളത്. ഇത് ജേർണലിംഗ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉള്ളത്. പക്ഷെ ഇത് ചെറുതാ. ഇതെല്ലാം നമ്മുടെ നോർമൽ നോട്ട്ബുക്സ് ആണ്. പക്ഷെ ഇതല്ല എനിക്ക് വേണ്ടത്. എനിക്ക് മറ്റേ ജേർണലിങ്ങിൻ്റെ സംഭവം വേണ്ടത്. പക്ഷെ ഇത് അതവിടെ ഉണ്ട്. പക്ഷെ നിറച്ച ആൾക്കാർ. അത് ഇതൊക്കെ കുഞ്ഞു പിള്ളേരുടെ ബാഗുകളാട്ടോ. ഇതെല്ലാം ഫയലും കാര്യങ്ങളുമാ. അടുക്കളയിൽ വേണ്ട സംഭവങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. പക്ഷെ നമുക്കിപ്പോൾ അതൊന്നും നോക്കാനുള്ള നേരമില്ല. ചീട്ടിരിക്കുന്നു. നമുക്കെന്തായാലും നമ്മുടെ ബുക്ക് നോക്കാം. ഞാൻ ഇതൊരെണ്ണം എടുത്തു കേട്ടോ. ഇതാണ് എടുത്തത്. ഇവിടെ ഇനിയും ഇഷ്ടം പോലെ ഉണ്ട്. ഇതെനിക്കിഷ്ടപ്പെട്ടു, ദിസ് വൺ. പക്ഷേ ഇതിൽ എനിക്ക് വേണ്ടത് ലൈൻഡാണ് വേണ്ടത്. പക്ഷെ ഇത് ലൈൻഡ് അല്ല, ഇങ്ങനത്തെയാണ്. അതുകൊണ്ട് ഇതെനിക്ക് വേണ്ട. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇത് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. തന്നെ ഇത്. പക്ഷെ ഇത് അതുപോലെ തന്നെയാണ്. ഗുഡ് തിങ്സ് ഹാപ്പൻസ് എന്ന് എഴുതിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഡിഫറൻസ് ഒന്നുമില്ല. അത് സെയിം. പക്ഷെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതെങ്ങനത്തെയാണെന്ന് വെച്ചാൽ പ്ലെയിൻ ആണ്. അതുകൊണ്ട് ഇതെനിക്ക് ഇഷ്ടമായി. എനിക്ക് ഇതും ഇഷ്ടപ്പെട്ടു. ഈ കളറും എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ പാറ്റേണും ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഐ ആം ടേക്കിംഗ് ദിസ് വൺ. വേറൊന്നുമില്ല ഇവിടെ.
ആകെ ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ ഉണ്ട് കേട്ടോ ഇതുപോലത്തെ കുഞ്ഞു പിള്ളേർക്ക് ഒക്കെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്ന ടൈപ്പിലുള്ള ക്യൂട്ട് ആയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഉണ്ട് ഇതുപോലത്തെ. ബട്ട് ഐ എം നോട്ട് ഗെറ്റിംഗ് ദാറ്റ് വൺ. കാണാൻ ഭംഗിയുണ്ടെന്നേ ഉള്ളൂ, അതിലധികം പേജസ് ഒന്നുമില്ല, അതുകൊണ്ട് അത് ഞാൻ എടുക്കണില്ല. പിന്നെ ഉണ്ട് കേട്ടോ ഈ ഭയങ്കര ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ല, അവർക്കൊക്കെ പറ്റിയതാണ് ഗോൾസ് ജേണൽസ് എന്ന് പറഞ്ഞിട്ട്. ഐ മീൻ ഗോൾസ് ജേണൽസ് അല്ല, ഗോൾസ് ജേണൽ. അതിൽ മന്ത്ലി പ്ലാനർ ഉണ്ട്. ഇങ്ങനെ നിങ്ങൾക്ക് എന്താണ് മന്ത്ലി അച്ചീവ് ചെയ്യാനുള്ളത് എന്നുള്ള രീതിയിൽ എഴുതിയിട്ടുള്ളതുണ്ട്. ഇതിന് 5 രൂപ കേട്ടോ, 5 രൂപയല്ല $5. സോ ഞാൻ ഇതെടുത്തു, വേറെ ഒന്നും എടുക്കണില്ല കേട്ടോ, ഇത് തന്നെ എടുക്കുന്നുള്ളൂ. സോ നമുക്ക് പോവാം. ഇനി എനിക്ക് ഈ സ്നാക്സ് ഐലിലും കൂടെ ഒന്ന് കയറി നോക്കണം, അവിടെ എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പോയി നോക്കാം. ഞാൻ ആദ്യം കാണിച്ചില്ലേ ക്രിസ്മസിന്റെ ഡെക്കോർ, അതൊന്നും ഒന്നുമല്ല കേട്ടോ. ഇവിടെ അതിലും ഭംഗിയുള്ള ക്യൂട്ട് ഐറ്റംസ് ഉണ്ട്. എൻ്റെ ഡെയിലി ക്രിസ്മസ് വില്ലേജ് ഉണ്ടാക്കും ഇവിടെ ആൾക്കാർ, അതിന് പറ്റിയ ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തൊരു ഭംഗിയെന്ന് പറയാ കാണാൻ. നോക്കി കുഞ്ഞു ക്രിസ്മസ് ട്രീ, ചെറുതാട്ടോ, ഭയങ്കര ചെറുതാത്. വീടുകളൊക്കെ ഇരിക്കണുണ്ടോ. ഇതെല്ലാം ക്രിസ്മസ് വില്ലേജ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവർ ഉപയോഗിക്കുന്നത്. കാണുന്നുണ്ടോ, എന്തൊരു ക്യൂട്ടാ നോക്കിയേ. എനിക്ക് ഈ വെള്ള ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ വൈറ്റ് ട്രീ നല്ല രസമുണ്ട് കാണാൻ. പിന്നത് പൈനാട്ടോ, ഇത് നമുക്കും വേണമെങ്കിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. പൈനല്ല, പൈൻ കോൺസ്. ഞാൻ ഇവിടെ ഒരു സാധനം അന്വേഷിച്ച് നടക്കായിരുന്നു കേട്ടോ, സ്നാക്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പക്ഷെ അത് കിട്ടുന്നുണ്ടായില്ല. പക്ഷെ ഇപ്പോൾ കിട്ടിയത് ഇതായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ഇത് കഴിക്കാൻ നല്ല രസമാണ്, ചെറിയ പീസസ് ആയിട്ട് ഉണ്ടാവുക. പക്ഷെ അത് നല്ല രസമാട്ടോ. ഇൻഡിവിജ്വൽ പാക്കിംഗ് ആണ്, ഒരെണ്ണത്തിൻ്റെ ഉള്ളിൽ 4 ഉണ്ടാവും. പക്ഷെ കഴിക്കാൻ നല്ല രസമാണ്. എന്തായാലും ഇത് എനിക്ക് കിട്ടിയതിനിപ്പം ഞാൻ പോട്ടെ, കാരണം ഓൾറെഡി ഒത്തിരി വൈകി. ഞാൻ പോയിട്ട് ഇനി ക്യാഷ് ഔട്ട് ചെയ്തിട്ട് പോട്ടെ. ഞാൻ നമ്മുടെ ഡെക്കോഴ്സ് ഇപ്പോഴത്തെല്ലാം ക്യാൻഡിൽസ് ആട്ടോ. നമുക്ക് പോവാം, ലൈനപ്പ് ഉണ്ട് ഓൾറെഡി നല്ലോണം. ഞാൻ ഈ ബുക്ക് വാങ്ങാനുള്ള മെയിൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഈ മാനിഫെസ്റ്റേഷനിൽ ഭയങ്കര ബിലീഫ് ഉണ്ട് കേട്ടോ, ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്നുണ്ട്. അപ്പം എനിക്ക് അച്ചീവ് ചെയ്യാനുള്ള ആ കാര്യങ്ങൾ, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ള സംഭവങ്ങൾ ഞാൻ എപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ ഒരു സ്റ്റോറി പോലെ എഴുതും. എൻ്റെ ഓൾറെഡി ഒരു ബുക്ക് ഉണ്ട്, അത് കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് ഓടി വന്ന് വാങ്ങാനുള്ള സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പം മേടിച്ചത് കേട്ടോ. അപ്പോൾ ഞാനങ്ങനെ സ്റ്റോറി ആയിട്ട് എഴുതും. അങ്ങനെ എഴുതിയിട്ട് അച്ചീവ് ചെയ്ത ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് വിശ്വാസം ഇതിൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് വാങ്ങിയത്. അപ്പം ഞാനിതിപ്പോൾ തിരിച്ചു പോവാണ്. തിരിച്ചു പോയിട്ട് നമുക്കപ്പോൾ തിരിച്ചു പോയിട്ട് ചായ കുടിക്കും. അടുത്ത വ്ലോഗിൽ നമുക്ക് കാണാം. അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.